ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന് പിന്നാലെ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം. 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ നാവികസേന വെടിവെപ്പ് നടത്തി. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഈ ഒരു ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും ഇറാന്റെ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും വൈകുന്നേരത്തോടു കൂടിയാണ് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി ഇറാൻ അറിയിച്ചത്. അതിന് പിന്നാലെയാണ് വിവിധ കപ്പലുകൾക്ക് നേരെ ഈ ഹോർമൂസ് വഴി കടന്നു വന്ന പല കപ്പലുകൾക്ക് നേരെയും ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. പ്രത്യേകിച്ച് പല ഓയിൽ ടാങ്കറുകൾക്കെതിരെയും ഇത്തരത്തിൽ വെടിവെപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും ഇറാന്റെ നാവികസേനയുടെ ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യം പറയുന്നത്. വടക്കൻ ഒമാൻ തീരത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 2 മില്യണോളം ഈ എണ്ണ ഈ കപ്പലുകളിലുണ്ട്. 2 എണ്ണ കപ്പലുകളാണ്. ഈ 2 എണ്ണ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ സൈന്യം വെടി ഉതിർത്തിട്ടുള്ളത്. നാവികസേനയാണ് വെടി ഉതിർത്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഇറാന്റെ നാവികസേന അതുപോലെ തന്നെ ഈ വിപ്ലവ ഗാർഡ് അവരുടെ ഗൺ ബോട്ടുകൾ ഈ ഹോർമൂസിന് ചുറ്റും ഉണ്ട്. അതിൽ നിന്നാണ് പല കപ്പലുകൾക്ക് നേരെയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ഒരു സമാധാനത്തിൻ്റെ വഴിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണിപ്പോൾ വീണ്ടും ഇത്തരത്തിൽ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും 2 കപ്പലുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് അമേരിക്കയുടെ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനം ഇറാൻ നടത്തിയത്. ഇന്നലെയാണ് ഇറാൻ ഇത് തുറന്ന് എല്ലാ കപ്പലുകൾക്കും ഹോർമൂസിലേക്ക് പ്രവേശിക്കാം, കടന്നു പോകാം എന്നുള്ള ആ ഒരു പ്രഖ്യാപനം നടത്തിയത്. വെടിനിർത്തൽ കഴിയുന്നതുവരെ കപ്പലുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇന്നലെ വന്നത്. പക്ഷേ അതിന് അധികം നേരത്തെ ആയുസ് ഉണ്ടായില്ല. മണിക്കൂറുകൾക്കകം തന്നെ അത് പിൻവലിച്ചിരിക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും തെക്കൻ ഒമാൻ തീരത്താണ് ഇത്തരത്തിൽ വടക്കൻ ഒമാൻ തീരത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ജാക്ക് അർനാവ് ആൻഡ് അതുപോലെ തന്നെ സൻമർ ഹെറാൾഡ് എന്നീ 2 കപ്പലുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിൽ ആ കപ്പലുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും 1-ലേറെ കപ്പലുകൾക്ക് നേരത്തെ തന്നെ ആക്രമണം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയും ഇറാൻ നേവിയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നു പോകാം എന്നുള്ള ഒരു നിർദ്ദേശം ഇറാൻ നൽകിയിരുന്നു. ആ ഒരു അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഒരുപക്ഷെ ഇന്ത്യൻ കപ്പലുകൾ കടന്നിട്ടുണ്ടാവുക. ഏതായാലും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ കൂടി ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഹോർമൂസിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു, വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു. ശരി, ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ നാവികസേന വെടിവെപ്പ് നടത്തിയിരിക്കുകയാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.